മാതരം ഒരേയൊരു ഇന്ത്യ ഒരൊറ്റ ജനത. അതാണ് നമ്മുടെ മുദ്രാവാക്യം. അപ്പോൾ കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ഒപ്പുവെച്ചു വന്ദേമാതരത്തിൻ്റെ ഗീതം പാടാനും മറ്റുമായി. അപ്പോൾ ഇനി അത് അപമാനിക്കുന്ന തരത്തിലാണെങ്കിൽ ശിക്ഷയും കിട്ടാവുന്ന തരത്തിലാണത് ബില്ലിൽ ഒപ്പുവെച്ചത്. എന്നാൽ എനിക്ക് പറയാനുള്ളത്, ഈ വന്ദേമാതരം എന്നുള്ള ഗീതം ഇപ്പോഴും സോണി മ്യൂസിക്കിൻ്റെ പാറ്റൻറ്റിൽ പെട്ട സംഭവമാണ്, കോപ്പിറൈറ്റിൽ പെട്ട സംഭവമാണ്. അവർ ഈ പാട്ട് കോപ്പിറൈറ്റ് എടുത്ത് വെച്ചിരിക്കുക. അതുപോലെ പല പാട്ടുകളും അവർ കോപ്പിറൈറ്റ് എടുത്ത് വെച്ച് പൈസ സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്. സോണി മ്യൂസിക്കാണ് നമ്മുടെ ഒത്തിരി ഇന്ത്യൻ ഗാനങ്ങൾ പാറ്റൻ്റ് എടുത്ത് കോപ്പിറൈറ്റ് എടുത്ത് സൂക്ഷിച്ച് വച്ചിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് ഈ കാര്യത്തിലും ഒരു നിയമ ഭേദഗതി കൊണ്ടുവരണം. 10 വർഷത്തേക്കാളും കൂടുതൽ ഒരാൾക്ക് ഈ കോപ്പിറൈറ്റ് കൈവശം വയ്ക്കാനായിട്ട് അനുവാദം കൊടുക്കരുത്. 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫ്രീ ആക്കണം, പൊതുജനങ്ങൾക്കായിട്ട് വിട്ടുകൊടുക്കണം. ആ രീതിയിലുള്ള നിയമനിർമ്മാണം നടത്തണം. അതല്ലാതെ ഇത് രാഷ്ട്രീയ ഗീതം പോലും പാറ്റൻ്റ് എടുത്ത് വെച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് നിയമം മൂലം മാറ്റണം. വളരെ ശക്തമായുള്ള പ്രതിഷേധം അറിയിക്കുന്ന നടപടിയാണ് സോണി മ്യൂസിക്സും അതുപോലെ ഈ കോപ്പിറൈറ്റ് ഏജൻസികളും ചെയ്തു വച്ചിരിക്കുന്നത്. ഒരു ഇഷ്ടപ്പെട്ട ഗാനം പബ്ലിഷ് ചെയ്യാനോ അതുപോലെ ഫേസ്ബുക്കിലും മറ്റേതിലൊന്നും പോസ്റ്റ് ചെയ്യാനോ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ള നിയമം കൊണ്ട് ചെയ്തു വച്ചിരിക്കുന്നത്. അതായത് എല്ലാം അവർ കോപ്പിറൈറ്റ് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഏത് പാട്ടിട്ടാലും കോപ്പിറൈറ്റ് എന്നുകൊണ്ടാണ് കാണിക്കുന്നത്. 10 വർഷത്തേക്കാളും മേലെ ഒരാൾക്ക് കോപ്പിറൈറ്റ് കൊടുക്കാനേ പാടില്ല. ഇത് നിയമ ഭേദഗതി നടത്താനായി MP-മാർ ശ്രമിക്കേണ്ടതാണ്. ഇതിലൊക്കെ വളരെ പൈസ 10 വർഷമൊന്നുമല്ല, അവർ ഒത്തിരി പൈസ 5 വർഷം കൊണ്ട് തന്നെ ഇരട്ടിയിലധികം കോടികൾ കൊയ്യാൻ പറ്റും. 10 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടാനുകോടി ഉണ്ടാക്കാം. ഇത് ഇവർ കാലകാലങ്ങളായിട്ട് ഇത് അവരുടെ കൈവശം വെച്ച് കോടികൾ സമ്പാദിക്കുകയാണ്. ഈ നിയമം മൂലം നിയമ ഭേദഗതി വരുത്തി മാറ്റം വരുത്തി ഇതും ഒരു ബില്ലാക്കി മാറ്റണമെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ.